ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ്സിലായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ കീഴിൽ ഒരിക്കൽ കൂടെ ചേർന്ന് വരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് തന്നതായ ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സമാഗമന കൂടാരം എന്ന വിഷയത്തിൻ്റെ 14-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. സമാഗമന കൂടാരത്തിൽ ഉള്ള ഓരോ ഉപകരണങ്ങളെക്കുറിച്ച് നാം പഠിച്ചു പോരുകയാണ്. അതിൽ ആദ്യത്തെ ഉപകരണമായ യാഗപീഠത്തെക്കുറിച്ച് നാം പഠിച്ച് പോന്നപ്പോൾ അതോടുകൂടെ തന്നെ ഈ യാഗപീഠത്തിൽ അർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം കൽപ്പിച്ചിരുന്ന യാഗങ്ങളെക്കുറിച്ചും ചുരുക്കമായി നാം ഒന്ന് ഓടിച്ച് പഠിച്ചു പോവുകയാണ്. യാഗമൃഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, അത് അർപ്പിക്കേണ്ടത് എങ്ങനെയാണ്, ഏതെല്ലാം യാഗമൃഗങ്ങളെയാണ് അർപ്പിക്കേണ്ടത്, ഏതെല്ലാം യാഗങ്ങളാണ് അർപ്പിക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് നാം ചിന്തിച്ചു പോരുന്നത്, നാം പഠിച്ചു പോരുന്നത്. യാഗമൃഗങ്ങൾ ഏതെല്ലാമാണ്, യാഗപീഠത്തിൽ അർപ്പിക്കേണ്ടതായ യാഗമൃഗങ്ങൾ ഏതെല്ലാമാണ്? ലേവ്യ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1-ാം അധ്യായം 3-ാം വാക്യം. അവൻ വഴിപാടായി കന്നുകാലിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. കന്നുകാലികളിൽ ഒന്നിനെ, ഊനമില്ലാത്ത ആണിനെ, കാള. അതിൻ്റെ 10-ാമത്തെ വാക്യം. ഹോമയാഗത്തിനുള്ള അവന്റെ വഴിപാട് ആട്ടിൻകൂട്ടത്തിലെ ഒരു ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അവൻ അർപ്പിക്കണം. ആടിനെ അർപ്പിക്കാം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. 14-ാം വാക്യം. യഹോവയ്ക്ക് അവന്റെ വഴിപാട് പർവ്വജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നുവെങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം. പ്രാവ്, പക്ഷികളെ അർപ്പിക്കുന്നുവെങ്കിൽ പ്രാവിനെയോ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കാം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം നാം വാക്യമായി ഒന്ന് ചിന്തിച്ചു പോരുകയായിരുന്നു. 1-ാം അധ്യായം ഹോമയാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹോമയാഗത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഹോമയാഗവും ഹോമയാഗ മൃഗങ്ങളും, ഹോമയാഗ മൃഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, എങ്ങനെയാണ് അർപ്പിക്കേണ്ടത് എന്നുള്ള ഒരു 8 കാര്യങ്ങൾ 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അതിൽ 5 കാര്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഏതെല്ലാമാണ്? 1, യാഗമൃഗം ഊനമില്ലാത്തത് ആയിരിക്കണം. 2, യാഗമൃഗത്തെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. 3, അർപ്പകൻ അതിൻ്റെ തലയിൽ കൈവയ്ക്കണം. 4, രക്തം യാഗപീഠത്തിന് ചുറ്റും തളിക്കണം. 5, അതിൻ്റെ തോൽ ഉരിക്കണം. വീണ്ടും 6-ാമത്തെ കാര്യം, അതിൻ്റെ 6-ാം വാക്യം. 1-ാം അധ്യായം 6-ാം വാക്യം. അവൻ ഹോമയാഗ മൃഗത്തെ തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. ഹോമയാഗ മൃഗത്തെ തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ തോലുരിക്കേണ്ടതിനെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ സമാഗമന കൂടാരം എന്ന വിഷയം ഉപദേശമാണ്.
സഭയ്ക്ക് ഉപദേശം ഉൾക്കൊള്ളാൻ തക്കവണ്ണം ഉള്ള ഒരു വിഷയമാണിത്. ഉപദേശ സംബന്ധമായ വിഷയങ്ങളാണ് ഈ സമാഗമന കൂടാരം എന്ന വിഷയത്തിൽ അടങ്ങിയിരിക്കുന്നത്. തോലുരിക്കുക, പിന്നെ അതിന് ഐഡൻറ്റിറ്റി ഇല്ല. ചുവന്ന കാളയാണോ കറുത്ത കാളയാണോ അല്ലെങ്കിൽ ചുട്ടിയുള്ളതാണോ പുള്ളിയുള്ളതാണോ ഒന്നുമില്ല. നമ്മുടെ നിറം മാറണം. നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ നിറം മാറും. ഇന്നയാളുടെ എന്നുള്ള ഐഡൻറ്റിറ്റി പിന്നെ ഇല്ല. ഇന്ന കുടുംബം, ഇന്ന തറവാട്, ഇന്ന പാരമ്പര്യം, ഇന്ന സഭ, അതുമില്ലെന്ന് ഞാൻ പറയും. അവിടെ നമ്മൾ ഗലാത്യലേഖനം വായിച്ചല്ലോ, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസം പോലുമില്ല. യഹൂദനെന്നോ യവനനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും വ്യത്യാസമില്ല. നാം എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. വീണ്ടും ഈ അല്പം കൂടി അങ്ങ് ആഴത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ തൊലി ഉരിഞ്ഞ് ഈ മൃഗത്തെ കഷ്ണം കഷ്ണമായി നുറുക്കുകയാണ്. ഈ കഷ്ണം കഷ്ണമായി നുറുക്കി കഴിഞ്ഞാൽ പിന്നെ അത് ആടാണോ മാടാണോ ചെമ്മരിയാടാണോ കോലാടാണോ ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങ് പ്രകൃതി അങ്ങ് ആകമാനം അങ്ങ് മാറി. വെറും ഇറച്ചി മാത്രം. പിന്നെ നോക്കുന്നവന് കാണുമ്പോൾ വെറും ഇറച്ചി മാത്രമാണ്. നമുക്കതിനോട് ചേർന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെ നമുക്കൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അവിടെ എന്താണ് നടക്കുന്നത്? എഫേസ്യ ലേഖനം 4-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ് നാം വായിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പഴയ പ്രകൃതങ്ങളൊന്നും പിന്നെ ഇല്ല. പഴയതൊക്കെ അങ്ങ് മാറി. ആരാണെന്ന് പോലുമില്ല. കാളയാണോ കോലാടാണോ ചെമ്മരിയാടാണോ ഇതൊന്നും പിന്നെ ഇല്ല. വെറും ഇറച്ചി മാത്രമാണ്. ഇത് ചിലപ്പോൾ കാളയായിരിക്കാം, ചിലപ്പോൾ ആടായിരിക്കും. ഊഹം പോലും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അവകാശം പുറഞ്ഞുകൊണ്ടുവരാൻ ഒക്കില്ല എന്ന്. വേറെ അവകാശങ്ങളൊന്നും നമ്മൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അതായിരുന്നു ഇതായിരുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്നും ഒരവകാശവും ദൈവസന്നിധിയിൽ പിന്നെ പറയാനില്ല. വെറും ഇറച്ചി കഷ്ണം മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകണം. ഒറ്റ അഡ്രസ്സേ ഉള്ളൂ: യാഗപീഠത്തിൽ അർപ്പിക്കപ്പെട്ട യാഗവസ്തു. കാളയാണെന്നോ അത് ചുമന്നതാണെന്നോ കറുത്തതാണെന്നോ പുള്ളിയുള്ളതാണെന്നോ വരയുള്ളതാണെന്നോ ആടാണെന്നോ കോലാടാണെന്നോ ചെമ്മരിയാടാണെന്നോ അതെല്ലാം അങ്ങ് പോയി. പിന്നെ ഒരൊറ്റ മേൽവാസമേ ഉള്ളൂ: യാഗപീഠത്തിന്മേൽ അർപ്പിക്കപ്പെട്ട യാഗവസ്തു. നമ്മൾ അങ്ങനെ ആകണം. നമ്മുടെ കൂട്ടായ്മയിൽ നാം അങ്ങനെ ആകണം. അവിടെ ഇന്നയാളെന്നോ അവരെന്നോ ഇവരെന്നോ നാം എല്ലാവരും എന്താണ്? യാഗപീഠത്തിങ്കൽ അർപ്പിക്കപ്പെട്ട യാഗവസ്തുവാണ്. ദൈവമക്കൾ എന്ന ഒരൊറ്റ മേൽവിലാസം. ശുശ്രൂഷകൾ അങ്ങനെ തന്നെ. ഇന്നയാളുടെ ശുശ്രൂഷ അങ്ങനെയൊന്നുമില്ല. നാം എല്ലാവരും നമുക്കൊരൊറ്റ മേൽവിലാസമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കുന്നു. ഇത് നമ്മുടെ GGF ഒരു ബൈബിൾ ക്ലാസ്. ആ ഒരു മേൽവിലാസം മതി.
അവിടെ എൽദോസ് എന്ന വ്യക്തിക്ക് യാതൊരു പ്രത്യേകതയും പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. നമ്മളുടെ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമുക്കൊറ്റ അഡ്രസ്സ്, ഗ്ലോബൽ ഗോസ്പൽ ഫെലോഷിപ്പ്. അവിടെ ഇന്നയാളുടെ എന്നുള്ളൊരു വ്യത്യാസം പോലും പാടില്ല എന്നാണ് ദൈവവചനത്തിൻ്റെ ഉപദേശം. ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എല്ലാവരും നടത്തുന്ന ശുശ്രൂഷയാണ്. ആത്മനിറവിൻ്റെ പ്രത്യേകതയാണത്. അന്ന് പെന്തക്കോസ്ത് നാളിൽ പത്രോസ് എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചപ്പോൾ തിരുവചനം എഴുതിയിരിക്കുന്നത് പത്രോസ് 11 നിന്നു എന്നാണ്. അപ്പോൾ 11 കൂടെയാണ് നിൽക്കുന്നത്. നമ്മുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും തുല്യ പങ്കാളികളാണ്. ശുശ്രൂഷ ആര് ചെയ്യുന്നു എന്നുള്ളതിന് പ്രത്യേകതയില്ല. ഇന്നിങ്ങനെ ഓരോ വ്യക്തികളും ആളുകളെല്ലാം ഉയർന്നു വരാൻ കാരണം എന്താണ്? തൊലി വിരിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്. ഖണ്ഡമായി നുറുങ്ങാൻ മനസ്സില്ലാത്തത് കൊണ്ട് ആളുകൾ ഇങ്ങനെ പൊന്തി വരികയാണ്. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹമുണ്ടായി, പരിശുദ്ധാത്മാവിൻ്റെ മെത്തുണ്ടായി, വേർപാടുകളെല്ലാം മാറി ഞങ്ങളെല്ലാവരും ഒരേ ആത്മാവിൽ, ഒരേ ശരീരത്തിൻ്റെ അംശികളായി ഒരു മനസ്സോടെയായിരിക്കുന്ന ഒരാത്മാവിൻ്റെ അനുഭവം ഞങ്ങൾക്ക്. അതാണ് ദൈവോധന ഉദ്ദേശിക്കുന്നത്. ഖണ്ഡമായി മുറിക്കണം. ഏഴാമത്തെ കാര്യം എന്താണ്? പുരോഹിതനായ അഹരോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറക് അടക്കണം. പിന്നെ അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഖണ്ഡങ്ങളും തലയും മേധസ്സും യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മീതെ അടുക്കി വെക്കണം. തീയുടെ മേലുള്ള വിറകിന്മീതെ അടക്കി വെക്കണം. സകലതും, ഈ യാഗവസ്തു സകലതും യാഗപീഠത്തിലെ വിറകിന്മേൽ അടുക്കി വെക്കണം. അത് സകലതും വെന്ത് വെണ്ണീറാകണം, ചാരമായി മാറണം. അതാണ് നടക്കേണ്ടത്. ഇങ്ങനെ ഓർക്കണം, കാളയാണ് വരുന്നത്, ആടാണ്, കോലാടാണ്, ചെമ്മരിയാടാണ്, പ്രാവാണ്, കുറുപ്രാവാണ് വരുന്നത്. അതിനെ തോലുരിഞ്ഞ് കഷ്ണമായി നുറുക്കി യാഗപീഠത്തിൽ തീയുടെ മേൽ, കത്തുന്ന തീയുടെ മേൽ, വിറകിൻ്റെ മേൽ വെക്കണം. അത് കത്തി സകലതും വെന്ത് വെണ്ണീറാകണം. അതാണ് നടക്കേണ്ടത്. ദൈവസന്നിധി സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് അതാണ് റോമർ 12:1 നാം വായിക്കുന്നത്. റോമർ 12:1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. കാളയുടെ നിറം മാറി അത് വെറും മാംസമായി, അത് തീയുടെ മേൽ, വിറകിൻ്റെ മേൽ വെച്ച് കത്തി, ഇപ്പോൾ അതെല്ലാം വെറും ചാരമായി മാറി. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്ന, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്ക് അല്പം കൂടെ ആഴങ്ങളിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. റോമർ
6-ാം അധ്യായം 15 മുതലുള്ളതായ ചില വാക്യങ്ങൾ, അതിന്റെ 12 മുതൽ വായിച്ച്. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ? ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നുവെന്ന് അറിയുന്നില്ലയോ? ഒന്നെങ്കിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായും അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്കോ അന്ന് എന്തോ ഒരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിന്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നിങ്ങൾക്ക് വാക്യങ്ങൾ വായിച്ചു കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ അർത്ഥം മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ വിഷയം അതിമങ്ങ് നീണ്ടുപോകുമെന്നുള്ളതുകൊണ്ട് വായിച്ച വാക്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മിൽ നടക്കുന്നതായ കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിലൂടെ നാം വായിച്ച് കേട്ടത്. നമ്മെ തന്നെ മുഴുവനായും യാഗപീഠത്തിൽ വെണ്ണീറാകാൻ തക്കവണ്ണം തോലുരിഞ്ഞ് ഖണ്ഡം കണ്ണമായി നുറുക്കി തീയിൽ വിറകിൻ്റെ മീതെ വെക്കണം. സകലതും വെന്ത് വെണ്ണീറാകണം. വീണ്ടും 8-ാമത്തെ കാര്യം, 1-ാം അധ്യായം 9-ാം വാക്യം, ലേവ്യ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം, 8-ാമത്തെ കാര്യം. അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. അതിൻ്റെ കുടലും കാലും വെള്ളത്തിൽ കഴുകണം. നമുക്കറിയാം, ഒരു യാഗമൃഗം അതിൻ്റെ കാല് എന്ന് പറയുന്നത് പുറമേ ഉള്ളതാണ്, പുറമേ കാണാം. കാല് പുറമേ ഉള്ളതാണ്, അത് പുറമേ കാണാം. പുറമേയുള്ള നടപ്പിനെയാണ് കാണിക്കുന്നത്. കാല് പുറമേ ഉള്ളതാണ്, പുറത്തെ കാണാം, അത് പുറമേയുള്ള നടപ്പിനെ കാണിക്കുന്നു. ഈ അകത്ത് ചെല്ലുന്നതെല്ലാം കിടക്കുന്നതായ സ്ഥലമാണ് കുടല്. പുറമെ കാണാൻ കഴിയില്ല. അകത്തുള്ളതും അകത്ത് ചെല്ലുന്നതെല്ലാം കിടക്കുന്നതായ സ്ഥലമാണേത്? കുടൽ. ഇല്ലേ? നമ്മൾ അകത്ത് ചെല്ലുന്നതെല്ലാം അത് കുടലിലാണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അകമേയുള്ളതിനെയാണ് അത് കാണിക്കുന്നത്. ഓർക്കണം, കാല് പുറമേയുള്ളതിനെ കാണിക്കുന്നു. ഒരു മനുഷ്യൻ്റെ പുറമേയുള്ളതിനെ, പുറമേയുള്ള നടപ്പിനെ കാണിക്കുന്നു. കുടല എന്ന് പറയുമ്പോൾ അത് അകത്ത് ചെല്ലുന്നതെല്ലാം കിടക്കുന്നതാണ്, അകമേയുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ അകമേ ഉള്ളതിനെ, പുറത്ത് കാണാൻ പറ്റാത്ത അകമേയുള്ളതിനെയാണ് കുടല് കാണിക്കുന്നത്. മുഴുവൻ കഴുകണമെന്ന്, അകവും പുറവും കഴുകണമെന്ന്, പുറമേയുള്ളതും അകമേയുള്ളതും കഴുകൽപ്പെടണമെന്ന്. നമ്മുടെ നടപ്പിൽ ചെളി പറ്റുക സ്വാഭാവികമാണ്.
ദിനംതോറും നമ്മുടെ നടപ്പിൽ ചില പറ്റും. അപ്പോൾ നമ്മൾ കാല് കഴുകണം, ദിനംതോറും കഴുകണം, കാൽ കഴുകണം, ദിനംതോറും കാല് കഴുകണം. കർത്താവ് പറയുന്നതും കാല് കഴുകണമെന്നാണല്ലോ കർത്താവ് തന്നെയല്ലേ പറയുന്നത്. അതോടൊപ്പം തന്നെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. പറയുകയാണ്, പുറമേയുള്ളത് കാല് നടപ്പിനെ കാണിക്കുന്നു. നടപ്പിൽ വരുന്നതായ പാപം കഴുകപ്പെടണം. കാല് കഴുകണം, കുടല് കഴുകണം. അകത്തുള്ളത്, അകമേയുള്ളത് എന്തെല്ലാമാണ്? അകമേയുള്ളത് എന്തെല്ലാമാണ്? മനുഷ്യൻ്റെ അകമേയുള്ളത് എന്തെല്ലാമാണ് എന്ന് ഒരു നീണ്ട പട്ടിക തന്നെ കർത്താവോട് പറയുകയാണ്. അകമേയുള്ളത് എന്തെല്ലാമാണെന്നുള്ളതിന് ഒരു നീണ്ട പട്ടിക തന്നെ ഇവിടെ കർത്താവ് പറയുന്നു. ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത. ഇതെല്ലാം കഴുകണമെന്ന്. ഇതെല്ലാം അകത്തു നിന്ന് പുറപ്പെടുന്നതാണ്. അപ്പോൾ നാം ദൈവസന്നിധിയിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കുടലും കാലും വെള്ളത്തിൽ കഴുകണം. അകത്തുള്ളത് പുറമേയുള്ളതായ പാപങ്ങൾ മാത്രമല്ല, ഹൃദയപാപങ്ങൾ വരെ മാറണമെന്ന്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ, ദൈവത്തിന് പ്രസാദമുള്ള ഒരു ഹോമയാഗമായി മാറണമെങ്കിൽ, ദൈവം പ്രസാദിക്കണമെങ്കിൽ അകവും പുറവും കഴുകൽ പ്രാപിക്കണം. കർത്താവേ, എന്നെ മുഴുവനൊന്ന് കഴുകണം. എൻ്റെ കാൽ നടപ്പിൽ വരുന്ന പാപം പുറമെയുള്ള പാപങ്ങൾ മാത്രമല്ല, എൻ്റെ ഹൃദയം കൂടെ വിശുദ്ധമായി മാറണം. ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗമായി മാറുവാൻ. ഇങ്ങനെ ഈ 8 കാര്യങ്ങളാണ് ഹോമയാഗത്തിന് പ്രമാണമായി നാം കാണുന്നത്. ഈ ഹോമയാഗം ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. നാം അകവും പുറവും ശുദ്ധിയുള്ളവരായി ദൈവസന്നിധിയിൽ ജീവിക്കണം എന്ന ഒരു വലിയ സന്ദേശമാണ് ഒന്നാമത്തെ യാഗമായ ഈ ഹോമയാഗം നമുക്ക് നൽകുന്നത്. ഏതാണ്ട് ഏറെക്കുറെ നിങ്ങൾക്കത് ക്ലിയറായി കാണുമെന്ന് ഞാൻ കരുതുന്നു. 8 കാര്യങ്ങൾ. ഇനിയും അടുത്തതായിട്ട് ഇതിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ ഹോമയാഗമൃഗമായ കാള, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചത് കാളയെക്കുറിച്ചാണ്. ഇനിയും കീഴ് വായിക്കുമ്പോൾ മറ്റ് ഹോമയാഗമൃഗങ്ങളെക്കുറിച്ച് നാം കാണുകയാണ്. 1-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ വാക്യമായി ലേവ്യപുസ്തകം 1-ാം അധ്യായം വാക്യമായിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവന്റെ വഴിപാട് ആട്ടിൻകൂട്ടത്തിലെ ഒരു ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അവൻ അർപ്പിക്കണം. ഹോമയാഗത്തിനുള്ള അവൻ്റെ വഴിപാട് ഒരു ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. 1-ാമത്തെ മൃഗം കാള. നാം അതിനെക്കുറിച്ച് ചിന്തിച്ചു. യാഗമൃഗങ്ങൾ, ഹോമയാഗമൃഗങ്ങൾ, കാള. അതിൻ്റെ 3 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ നാം ചിന്തിച്ചു. വീണ്ടും 2-ാമത്തെ യാഗമൃഗം എന്ന് പറയുന്നത് ആടാണ്. ആട്. ഈ ആട് എന്ന് പറയുമ്പോൾ
പറഞ്ഞല്ലോ, ഈ യാഗങ്ങളെല്ലാം, യാഗമൃഗങ്ങളെല്ലാം ക്രിസ്തുവിനെയാണ് ചൂണ്ടി നിൽക്കുന്നത്. അതിൽ നിന്ന് നമുക്കും നാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എങ്ങനെയാകണമെന്നുള്ളതായ ചില ആലോചനകൾ, മെസ്സേജുകൾ നമുക്ക് ലഭിക്കുന്നു. ആട് എന്ന് പറയുമ്പോൾ ഒരിക്കലും എതിർക്കാതെ സമ്മതിക്കുന്ന ക്രിസ്തുവിൻ്റെ സൗമ്യതയാണ് കാണിക്കുന്നത്. ഇതൊരിക്കലും എതിർക്കാതെ സമ്മതിക്കുന്ന ക്രിസ്തുവിൻ്റെ സൗമ്യതയാണ് കാണിക്കുന്നത്. യെശയ്യാ 53:7 നമുക്ക് വായിക്കാം. യെശയ്യാവ് 53:7. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെ ഇരുന്നു. നമ്മുടെ കർത്താവ് ഒരാടിനെ പോലെ ഇരുന്നു എന്ന്. കൊല്ലാൻ കൊണ്ടുപോകുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ, രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ അനങ്ങാതിരിക്കുന്ന ആടിനെ പോലെ ക്രിസ്തുവായി എന്ന്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 32 മുതൽ 35 വരെ. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്: അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ഡൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ഈ രംഗം നമ്മുടെ മനസ്സിലൊന്ന് ധ്യാനിക്കണം. ഫിലിപ്പോസ് അനേകരോട് വചനം പ്രസംഗിച്ച് നടക്കുകയാണ്. ശമരിയിൽ അനേകരോട് ദൈവത്തിന് വചനം പ്രസംഗിച്ച് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് ചെല്ലുക. ഓടി, അവിടേക്ക് ഓടി. നിർജ്ജനമായ വഴി, ആരുമില്ല, നിർജ്ജനമായ വഴി. ഓടി ചെന്നപ്പോൾ ഒരു തേര് പാഞ്ഞു പോകുന്നുണ്ട്. ഒരു തേര് പാഞ്ഞു പോവുകയാണ്. ആ തേരിൻ്റെ പുറകെ ഓടി. ആ തേരിൽ ഒരാളേ ഉള്ളൂ, വലിയ ആൾക്കൂട്ടമൊന്നുമില്ല. ഇവിടെ വലിയ ആൾക്കാരുടെ കൂടെയിൽ ഒത്തിരി പേര് കൂടി വരുന്ന ആൾക്കാരുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ വലിയ പ്രസംഗനായിട്ട് പ്രസംഗിക്കുന്നവൻ ചെന്നപ്പോൾ ഒരുത്തം മാത്രം, ഒരാൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കുക. ഈ ഷണ്ണൻ യെരുശലേമിൽ പെരുന്നാൾ കൂടാനായിട്ട് വന്നതാ. കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ സകല ഭണ്ഡാരങ്ങൾക്കും മേൽവിചാരകനായിരുന്നു, ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അവൻ യെരുശലേമിൽ പെരുന്നാൾ കൂടാനായിട്ട് വന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ ഒരു ചുരുൾ വാങ്ങാൻ കിട്ടും. വാങ്ങി പോണ വഴിയിൽ വായിക്കാമല്ലോ. അവനിങ്ങനെ വായിച്ചുകൊണ്ട് പോവുകയാണ്. വായിച്ചുകൊണ്ട് പോകുന്നത് ഈ ആടിൻ്റെ കാര്യമൊക്കെയാണ്. അറുക്കാനുള്ള ആട്, ഈ കാര്യങ്ങളൊക്കെയാണ് വായിച്ചുകൊണ്ട് പോകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യമാണത്. യെശയ്യാ 53 ഈ വാക്യമാണ് വായിച്ചുകൊണ്ട് പോകുന്നത്. മനസ്സിലാകുന്നില്ല, ഒന്നും പിടികിട്ടുന്നില്ല. ഇതൊന്നും മനസ്സിലാക്കി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? കാരണം ഈ ബൈബിൾ നമ്മൾ വായിച്ചാൽ എല്ലാം ഒന്നും പിടികിട്ടില്ല. ഉദാഹരണം തന്നെ ഈ ലേവ്യ പുസ്തകം 1-ാം അധ്യായം നമ്മുടെ അടുത്ത് വെച്ച് വായിച്ചാൽ ആരെങ്കിലും വ്യാഖ്യാനിച്ച് തന്നില്ലെങ്കിൽ ഈ വേദഭാഗങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഷണ്ണന് മനസ്സിലായില്ല. അപ്പോൾ ഈ ഫിലിപ്പോസ് നോക്കിയപ്പോൾ ഷണ്ണൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് 30-ാം വാക്യമാണ്. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. അവൻ വിളിച്ചു ചോദിക്കുക, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഷണ്ണൻ പറഞ്ഞു, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തെ അവൻ വായിച്ച ഭാഗം: അറുക്കാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന
കുഞ്ഞാടിനെ പോലെ വായ് തുറക്കാതിരുന്നു. ആ വേദഭാഗം വായിക്കുകയാണ്. അപ്പം ഇതൊക്കെ നീ അറിഞ്ഞിട്ട് തന്നെ കാര്യം, ഇതൊക്കെ നീ എന്തിനാണ് മനസ്സിലാക്കണം? നമുക്ക് മനസ്സിലാക്കിയാൽ പോരെ. ഒന്നും ഫിലിപ്പോസ് അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ, ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ അവന് തലക്കിട്ട് 2 തട്ട് കൊടുക്കും. നീ ഇപ്പം ഇതൊക്കെ എന്തിനാണ് പഠിക്കണത്? നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യങ്ങളൊക്കെ ഇല്ലേ? പിന്നെ എന്തിനാണ് അതൊക്കെ കേട്ടാൽ പോലെ? ഈ ആവശ്യമില്ലാത്ത ഇതൊക്കെ ഇനി ഇങ്ങനെയൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടോ? ഇല്ലേ? എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് സംശയം ചോദിക്കുന്നവനോട് ഇനി മേലാൽ അവൻ സംശയം ചോദിക്കാതിരിക്കത്തക്കവണ്ണം 2 തട്ട് കൊടുക്കും. പക്ഷെ ഫിലിപ്പോസ് അവിടെ കയറി ഇരുന്നിട്ട് ഈ ബൈബിളുണ്ടല്ലോ, ഈ ബൈബിളിലെ ഏത് വാക്യം എടുത്താലും ആ വാക്യം വെച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയും. കാരണം ഈ ബൈബിൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്തുവാണ്. ഏത് പുസ്തകം എടുത്താലും, ലേവ്യ പുസ്തകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്തുവാണ്. ഞാൻ ഈ ക്ലാസ്സുകളുടെ ആരംഭത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഈ ബൈബിൾ, നമ്മൾ ഈ ബൈബിളിൽ ഒരു ഹോളിടുന്നു, ഒരു തുളയിടുന്നു. ഇത് ഒരു ഹോളിട്ടതിന് ശേഷം ഒരു ചുമന്ന ചരട് ഈ ബൈബിളിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് നമ്മൾ പകർത്തി കഴിഞ്ഞാൽ, ഒരു ചുമന്ന ചരട്, ഒരു ഹോളിട്ടിട്ട് അതിലൂടെ ഒരു ചുമന്ന ചരട് നമ്മൾ പകർത്തിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏത് പേജ് മറിച്ചാലും അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എന്ത് കാണും? ആ ചുമന്ന ചരട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ ബൈബിളിലെ ഏത് പേജ് മറിച്ചാലും ഒരറ്റം മുതൽ ഒരറ്റം വരെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ്. അപ്പോൾ ആ വേദഭാഗം വെച്ചുകൊണ്ട് ഫിലിപ്പോസ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സുവിശേഷം കൃഷ്ണനോട് പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഹോമയാഗത്തിൻ്റെ ആടാണ്. ഒരിക്കലും എതിർക്കാതെ സമ്മതിക്കുന്നതായ ക്രിസ്തുവിൻ്റെ സൗമ്യതയെ കാണിക്കുന്നു ആട്. രോമം കത്തിരിക്കുന്ന ആട് ഏതാണ്? ചെമ്മരിയാടാണ്. രോമം കത്തിരിക്കുന്ന ആട് ചെമ്മരിയാട, കോലാടല്ല. കോലാടിന് രോമം കത്തിരിക്കില്ല. ചെമ്മരിയാട്. നമ്മൾ നോക്കുമ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് നോക്കുമ്പോൾ, നിത്യതയിലും ഈ പേര് തന്നെ മാറാതെ നിൽക്കുന്നുണ്ട്. വെളിപ്പാട് 5:6 വായിച്ച വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. 7-ാം അധ്യായം 14-ാം വാക്യം, വെളിപ്പാട് 7:14. ഈ കുഞ്ഞാട് നിത്യതയിലും ആ പേര് തന്നെ മാറാതെ നിൽക്കുകയാണ്. വെളിപ്പാട് 7:14. വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഈ കുഞ്ഞാട് എന്ന പേര് നിത്യതയിലും അങ്ങനെ തന്നെ മാറാതെ നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. യാഗമൃഗം ആടായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. രോമം കത്തിരിക്കുന്ന ആട് അത് ചെമ്മരിയാടാണ്. എന്നാൽ കോലാട് എന്ന് പറയുമ്പോൾ, കോലാട് അത് ശപിക്കപ്പെട്ട വർഗത്തിൽപ്പെട്ടതാണ്. ശപിക്കപ്പെട്ടതാണ് കോലാട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ചെമ്മരിയാടിനെയും കോലാടിനെയും തിരിച്ചു നിർത്തുന്ന ഒരു കാര്യം നാം കാണുന്നുണ്ട്. ആ വേദഭാഗം നമ്മുടെ ഇപ്പോഴത്തെ ചിന്താവിഷയമല്ലാത്തത് കൊണ്ട് ആ വേദഭാഗത്തെക്കുറിച്ച് പഠിക്കാൻ ഞാനിപ്പോൾ സമയമെടുക്കുന്നില്ല. അവിടെ ചെമ്മരിയാടിനെയും കോലാടിനെയും തമ്മിൽ തിരിച്ചു നിർത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിൻ്റെ 25-ന് 34 എന്ന് വായിച്ചു. 34. അടുത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ,
ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. 41 വാക്യം. വലതുവശത്തുള്ളയാട് ചെമ്മരിയാട്. 41 വാക്യം. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. അപ്പോൾ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിച്ച് ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തുമെന്ന്. വലത്തുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവർ, ഇടത്തുള്ളവർ ശപിക്കപ്പെട്ടവരുമാണ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട് അനുഗ്രഹിക്കപ്പെട്ടതും കോലാട് ശപിക്കപ്പെട്ടതും എന്നുള്ളതിന് പ്രതീകമാണ്. ശപിക്കപ്പെട്ട വർഗത്തിൽപ്പെട്ടതാണ്. കോലാട് കാണിക്കുന്നത് ശാപവും ശിക്ഷയും ഏറ്റു നിൽക്കുന്ന മശിഹായെയാണ്. പാപമാക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് കോലാട് കാണിക്കുന്നത്. നമ്മുടെ കർത്താവ് അവൻ ഒരു കോലാടായി മാറി. അവൻ നിന്നയേറ്റ് നിൽക്കുന്നവനായി മാറി. അവൻ ശാപമേറ്റ് നിൽക്കുന്നവനായി മാറി. നമ്മുടെ എല്ലാം പാപവും ശാപവും ഏറ്റെടുത്ത് നിൽക്കുന്നവനായി അവൻ മാറി. അതാണ് യെശയ്യാവ് 53:12 നാം കാണുന്നത്. യെശയ്യാവ് 53:12. പാപമാക്കപ്പെട്ട ക്രിസ്തു, ശാപവും ശിക്ഷയും ഏറ്റ് നിൽക്കുന്ന മശിഹ. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടി ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടി അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. അതിക്രമക്കാരോട് കൂടെ അവൻ എണ്ണപ്പെട്ടു. ഒരു അതിക്രമക്കാരനായി അവൻ മാറി. അവൻ കോലാടായി മാറി. ലൂക്കോസിന് സുവിശേഷം 23 വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കോലാടായി മാറി, ശാപമേറ്റവനായി മാറി, ശിക്ഷയേറ്റവനായി മാറി, നിന്നയേറ്റവനായി മാറി. അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടു. ഒരു അതിക്രമക്കാരനായി മാറി. ലൂക്കോസ് 23:33. ഓടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. ദുഷ്പ്രവൃത്തിക്കാരെ ഒരുത്തനെ ഇടത്തും ഒരുത്തനെ വലത്തുമായി ക്രൂശിച്ചു. അവൻ ഒരു ദുഷ്പ്രവൃത്തിക്കാരനെ പോലെ അവരുടെ നിരയിൽ അവരിൽ ഒരുവനെ പോലെ എണ്ണപ്പെട്ടു. അതിക്രമക്കാരുടെ നടുവിൽ യേശുവിനെ തൂക്കി. എന്തിനു വേണ്ടിയാണ്? ഗലാത്യർ 3:13 മനഃപാഠമായി പഠിക്കാൻ ക്രമീകരിച്ച വാക്യം. ഗലാത്യർ 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന് ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തിനു വേണ്ടി? ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടി അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. 1 പത്രോസിന്റെ ലേഖനം 2:24 വാക്യം കൂടെ വായിക്കാം. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ നമുക്ക് വേണ്ടി കോലാടായി മാറി. രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ നിന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹോമയാഗത്തിൻ്റെ കാളക്കുട്ടിയാണ്. ഹോമയാഗത്തിൻ്റെ കാളക്കിടാവാണ്, കാളയാണവൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഹോമയാഗത്തിൻ്റെ കോലാടായി മാറിയവനാണ്, ചെമ്മരിയാടായി മാറിയവനാണ്.
നമ്മുടെ പാപങ്ങളെയെല്ലാം ചുമക്കുന്നതിന് വേണ്ടി, നമ്മുടെ അകൃത്യങ്ങളെയെല്ലാം ചുമക്കുന്നതിന് വേണ്ടി ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമൃഗമായി മാറി. നമുക്ക് വേണ്ടി ചെമ്മരിയാടായി നിന്നവനും കോലാടുമാണ് ക്രിസ്തു. കോലാടായി നിന്നവനുമാണ്, യാഗമായി മാറിയവനാണ്. എന്തിനു വേണ്ടി? നമുക്ക് പകരമായി. നാം ഏൽക്കേണ്ട ശിക്ഷ നമുക്ക് പകരമായി അവനേറ്റു. നമ്മുടെ മേൽ വരേണ്ടതായി ശിക്ഷയെല്ലാം അവൻ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. അവൻ നമുക്ക് രക്ഷയുടെ പരിചയമായി മാറി. നിന്റെ രക്ഷയുടെ പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു എന്നാണ്. ഹോമയാഗമൃഗം 1, കാളയെ അർപ്പിക്കുക. 2, ആടിനെ അർപ്പിക്കുക. 3-ാമതായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, പ്രാവിനെയോ കുറുപ്രാവിനെയോ അർപ്പിക്കാമെന്ന്. ഞാൻ ഇന്ന് സമയം മുന്നോട്ട് പോയല്ലോ, നമുക്കത് അടുത്ത ചൊവ്വാഴ്ച ധ്യാനിക്കാം. അടുത്ത ചൊവ്വാഴ്ച നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിന് സ്തോത്രം. നാം ഈ തിരുവചന സത്യങ്ങളെല്ലാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്? ഒരു യാഗമായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് നമ്മൾ ഇത്രയും പേർ ഈ സൂമിൽ കയറിയിട്ടുണ്ട്. നാം ഈ വചനം കേൾക്കുമ്പോൾ കർത്താവേ, എന്ന ഈ ദിവസം ഒരു യാഗവസ്തുവായി ഞാൻ എന്നെ തന്നെ ഇതാ ഏൽപ്പിക്കുന്നു എന്ന് ദൈവകരങ്ങളിൽ വ്യക്തിപരമായൊരു തീരുമാനമെടുക്കുവാൻ, വ്യക്തിപരമായൊരു സമർപ്പണമെടുക്കുവാൻ നാം ആരെല്ലാം തയ്യാറാകുന്നുണ്ട്? നാം എല്ലാവരും സമർപ്പിക്കപ്പെട്ടവരാണ്. ഒരു നാളിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടവരാണ്. ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചവരാണ്. എന്നാൽ ഒന്ന് ജീവിതത്തിലേക്ക് നോക്കുമോ? ഞാൻ യാഗമൃഗത്തിൻ്റെ തോലുരിക്കണം എന്ന് ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ ചിന്തിച്ചു. കർത്താവേ, എൻ്റെ തോല് ഉരിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇന്നും എൻ്റേതായ പലതിലും ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ടോ? അല്പം കൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത് കഷണം കഷണമായി നുറുക്കണം. പിന്നെയും ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അത് തീയുടെ മീതെ, വിറകിൻ്റെ മീതെ, കത്തുന്ന വിറകിൻ്റെ മീതെ അത് വെച്ച് കൊടുക്കണം. അത് മുഴുവനും വെന്ത് ചാരമാകണം. ആയി മാറിയിട്ടുണ്ടോ? എൻ്റെ പ്രകൃതങ്ങളെല്ലാം അങ്ങനെ മാറിയിട്ടുണ്ടോ? ഒന്നങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഈ യാഗപീഠം അന്വേഷിച്ച് നമ്മളെങ്ങോട്ടും പോകണ്ട. അന്ന് ഇസ്രായേൽ ജനങ്ങളുടെ യാത്രാവേളയിൽ മരുഭൂമിയിൽ പാളയമടിച്ച് പാർക്കുമ്പോൾ അവർ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ എത്തിച്ചെല്ലണമായിരുന്നു. നമ്മുടെ കർത്താവ് അവൻ വാതിലാണ്. അവൻ നമ്മുടെ അരിയിലേക്ക് വരുന്നവനാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണോ നിങ്ങളുടെ ഭവനത്തിലിരുന്ന് ഈ വാക്കുകൾ കേൾക്കുന്നത്? നിങ്ങളുടെ അരികിലേക്ക് വാതിലായി വരുന്നവനാണ്. നമ്മളെ തന്നെ യാഗമായി അർപ്പിക്കേണ്ടതായ യാഗപീഠമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് നമ്മുടെ അരികിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാൻ നമ്മിൽ പ്രസാദിച്ചവനാണ് ദൈവം. നമ്മുടെ അരികിലുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, തൊലി ഉരിഞ്ഞു കളയാൻ. കർത്താവേ, എൻ്റെ പ്രകൃതവും എൻ്റെ നിറവും എൻ്റേതായതെല്ലാം അങ്ങ് ഉരിഞ്ഞു മാറ്റിക്കളഞ്ഞ് മുഴുവൻ നുറുങ്ങി എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കാൻ എൻ്റേതൊന്നും വേണ്ട കർത്താവേ. മുഴുവൻ എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയായി അർപ്പിക്കുന്നു. അവിടുത്തെ തിരുസന്നിധിയിൽ എന്നെ തന്നെ ഞാനിതാ യാഗമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. നമുക്കൊരു തീരുമാനമെടുക്കാം, നമുക്ക് സമർപ്പിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാനുള്ളതായ പ്രേരണ കിട്ടുന്നുവെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ആരെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പ്രേരണ ലഭിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങളുടെ മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്ത് ഇപ്പോൾ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം.
സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, ഞങ്ങളുടെ കരുണയുള്ള കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവരികയും ചെയ്ത ആ മഹാസ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ വന്നിരിക്കുമ്പോൾ, കർത്താവെ, എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതായ അവിടുത്തെ മഹാസ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, യാതൊരു അവകാശവാദങ്ങളുമില്ലാതെ കർത്താവെ, സകലവും കർത്താവെ നുറുക്കപ്പെട്ടവരായി അവിടുത്തെ സന്നിധിയിൽ ഇരിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അകവും പുറവും ഒരുപോലെ ശുദ്ധിയുള്ളതായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ജീവന്റെ വചനം ഞങ്ങൾക്ക് വിളമ്പി തന്ന അവിടുത്തെ മഹാസ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടെ ഞങ്ങൾ എന്തുള്ളൂ പിതാവേ, അവിടെ ഞങ്ങൾ ഇത്രത്തോളം കരുതുവാൻ, ഇത്രത്തോളം ഞങ്ങളെ പോറ്റി പുലർത്തുവാൻ ഞങ്ങൾ ഏതുമില്ല, ഒന്നുമില്ല എന്ന് നിങ്ങൾ അറിയുന്ന കർത്താവെ. എന്നാൽ ഈ സമയം കർത്താവെ, ഞങ്ങളെ തന്നെ മുഴുവനായി അപനുവാദത്തിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. തിരുരക്തം ഞങ്ങളെല്ലാവരെയും പൊതിയണമേ കർത്താവെ. ഇനിയുള്ള ഓരോ ക്ലാസ്സുകളിലും കർത്താവെ, അവിടുത്തെ ആത്മാവിനെ രുചിപ്പാൻ കർത്താവെ, അവിടുത്തെ സ്നേഹം അനുഭവിപ്പാൻ, അവർ യാഗവസ്തുവായി ഈ ലോകത്ത് നിൽപ്പാൻ കർത്താവെ, അവർ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകൾക്കായി സ്തോത്രം, സകല കൃപകൾക്കായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായി ജീവൻ തന്ന അൻപുള്ള യേശുവിന്റെ പുണ്യനാമത്തിൽ തന്നെ. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഞങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാകാനല്ല, നിങ്ങൾ കേൾക്കുന്ന വചനത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അവിടുന്ന് എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.